ഇന്നലെയാണ് ഞാൻ ആ എപ്പിസോഡ് കണ്ടത്. ഒരു നൈസ് എൻഡിങ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിനെക്കുറിച്ച്. അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിട്ടൊന്നും എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഇത് എനിക്ക് മാത്രമേ തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവർ ഈ ഓരോ എപ്പിസോഡും ഭയങ്കരമായിട്ട് കുറേ ബ്രേക്ക് വെച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു വോളിയം ഇറക്കിയിട്ട് പിന്നെ ഒരു മാസത്തെ ബ്രേക്ക് വെച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ വോളിയം ഇറക്കിയത്. അപ്പോൾ ഇത്രയും ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇറക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറേയധികം ഭയങ്കര ഹൈപ്പ് ആ സീരീസിന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും കുറേയധികം ഭയങ്കര ക്ലൈമാക്സ് ഭയങ്കര സംഭവമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. ഇനി അതുകൊണ്ടാണോ എനിക്ക് അത്ര ഒരു ഏവറേജ് ആയിട്ട് തോന്നിയതെന്നറിയില്ല. എന്നാൽ പോലും നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒക്കെ എൻഡിങ് പോലെ അത്ര കുളമാക്കി വെച്ചിട്ടുമില്ല എൻഡിങ്. നമ്മളെങ്ങനെയാണോ ഒരു സ്ട്രേഞ്ചർ തിങ്സിൻ്റെ 1, 2, 3 സീസണൊക്കെ ഉണ്ടായിരുന്നത് അതേ ഒരു ഇതിൽ തന്നെയാണ് ഇതിൻ്റെ ക്ലൈമാക്സും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ അടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ തോന്നിയത്. അപ്പോൾ അധികം എക്സ്പെക്റ്റേഷനൊക്കെ വെക്കാണ്ട് കണ്ടവരാണെങ്കിൽ ചിലപ്പം അവർക്ക് നല്ല രീതിയിൽ നല്ലൊരു എൻഡിങ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിൽ തന്നെ എന്നെ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആക്കിയത് വെക്ന ആയിട്ടുള്ള ആ ഫൈറ്റ് സീക്വൻസ് ആണ്. ഞാൻ ഭയങ്കര വെക്ന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഭയങ്കര ഒരു വില്ലൻ പരിവേഷത്തിൽ വെച്ചിട്ട് ലാസ്റ്റ് എൻഡിങ്ങിലേക്ക് വരുമ്പോൾ വെക്നയായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ വെറും ഒരു 5-10 മിനിറ്റിൽ താഴെയുള്ളൂ എന്നാണ് തോന്നുന്നത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഫൈറ്റൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒന്നും കിട്ടാതെ ഒരു ഇതുണ്ടായത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയി തോന്നിയത്. ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫിനാലെ എപ്പിസോഡിനെ കുറിച്ച് പറയാൻ. ഓവറോൾ മൊത്തം സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഒരു പോക്ക് നോക്കിനെ ഒരു ഡീസൻറ്റ് എൻഡിങ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് സ്ട്രേഞ്ചർ തിങ്സിന്. അത്ര ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ക്ലൈമാക്സ് അല്ല, എന്നാൽ ഒരു ഭയങ്കര മോശം ക്ലൈമാക്സും അല്ല. അതിനിടയ്ക്കുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു മൂവിയോ സീരീസിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.